Dear students, welcome back to International Trade. International Trade Theories നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങിയപ്പോൾ അതിൽ മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ നമ്മൾ ഹെക്സർ ഓളിൻ തിയറി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ഹെക്സർ ഓളിൻ തിയറിക്ക് കുറേയധികം എക്സ്റ്റൻഷൻസും അതുപോലെ തന്നെ കുറേയധികം ക്രിറ്റിസിസംസും ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഹെക്സർ ഓളിൻ തിയറിയുടെ എക്സ്റ്റൻഷൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കറിയാം ഹെക്സർ ഓളിൻ തിയറിയിൽ പറഞ്ഞത് എന്തായിരുന്നു? ഒരു കൺട്രിയുടെ അബൻഡൻറ്റ് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കൺട്രിയിൽ ധാരാളമായിട്ട് ചീപ്പറായിട്ടൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. One of the main assumption of this Heckscher-Ohlin theory is 2x2x2 model. Okay, one of the extension of this Heckscher-Ohlin theory is the Travis theory of availability. The Travis theory of availability എന്ന് പറയുന്ന ആ ഒരു തിയറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, an important extension of international trade theory given by Heckscher and Ohlin is the availability approach to international trade. That is, this approach was given by Irwin B. Travis in 1956. ഓക്കെ, ഈ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷൻ ഹെക്സർ ഓളിൻ തിയറിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഇർവിൻ ബി ട്രാവിസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം 1956 ഈ ഒരു തിയറി എക്കണോമിക്സിലേക്ക് അവതരിപ്പിക്കുന്നത്, ഇന്റർനാഷണൽ ട്രേഡിലേക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ട്രാവിസ്, ഇറ്റ് ഈസ് ദ ഡൊമസ്റ്റിക് അവൈലബിലിറ്റി ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് ഗവേൺസ് ദ പാറ്റേൺ ഓഫ് ട്രേഡ്. ഓക്കെ, അക്കോർഡിംഗ് ടു ട്രാവിസ്, ഇറ്റ് ഈസ് ദ ഡൊമസ്റ്റിക് അവൈലബിലിറ്റി ഓർ നോൺ അവൈലബിലിറ്റി. അതായത് ഒരു ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡിലേക്ക് വഴിവെക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താ? അവൈലബിലിറ്റി ഓർ നോൺ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് ഗവേൺസ് ദ പാറ്റേൺ ഓഫ് ട്രേഡ്. പാറ്റേൺ ഓഫ് ട്രേഡ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കമോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗുഡ്സിൻ്റെ അവൈലബിലിറ്റീനെ സ്വാധീനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇന്റർനാഷണൽ ട്രേഡ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Travis, while attempting to test the generalization of Heckscher-Ohlin theory that labor-abundant countries export labor-intensive goods, found that the exporting industries invariably had been paying relatively high wage rates, even those countries. Okay, he attempted to generalize the Heckscher-Ohlin theory, that is, the labor-abundant countries export labor-intensive goods, found that the exporting industries invariably had been paying relatively high wage rates even those countries. ആ ഒരു കൺട്രീസിൽ, ലേബർ അബണ്ടൻ്റ് ആയിട്ടുള്ള കൺട്രീസിൽ എന്താണ്, ധാരാളമായിട്ട് ഹൈ വേജസ് കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. Then Travis therefore asserted that the nations would export those products which are readily available in the home country. They would tend to import. On the contrary, such products are domestic supply of which have been short of their demand. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഏത് കമ്മോഡിറ്റിയാണോ അവിടെ ഷോർട്ടേജ് നിലനിൽക്കുന്നത് ആ ഒരു കമ്മോഡിറ്റി അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി ഏതാണോ അത് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും തയ്യാറാവുമെന്ന് ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെ ട്രാവിസ് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. Then, according to him, the essential basis of international trade has been the non-availability of goods at home. Okay, the essential basis of international trade has been the non-availability of goods at home. അതായത് ഹോം കൺട്രിയിൽ കമ്മോഡിറ്റീസ് ഇല്ലാത്ത ആ ഒരു അവസ്ഥ, അവൈലബിൾ അല്ലാത്ത ആ ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് ഈ ഒരു ട്രേഡിനെ വിലയിരുത്തുന്നത്. The non-availability of goods in the home country may either be the absolute or relative sense. ഓക്കെ, ഈ ഒരു നോൺ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ്, അബ്സല്യൂട്ട് സെൻസിൽ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സെൻസിലും എടുക്കാം. In the former case, that is the absolute സെൻസിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ the certain goods may not be available at all in the home country such as diamonds in US economy. The non-availability in the relative sense signifies that the domestic supply of products is short in their demand and the additional output of goods can be possible in the home country much higher costs. The principle of comparative advantage in such case comes into its own, and countries prefer to import such products from abroad rather than to produce them at home at the prohibitive. ഓക്കെ, അവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ certain goods not may have available in all the home countries such as diamonds in US economy. The non-availability in the relative sense signifies that the domestic supply of products is short of their demand and additional output of those goods possible in the home country as much as higher costs.
ഓക്കെ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു നോൺ അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിന് കോസ്റ്റ് വളരെയധികം കൂടുതലായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് ധാരാളമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു കൺട്രി മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഈ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും. Then Travis maintains that the domestic availability of otherwise certain specified products in a particular country is governed by. അതായത് ഇവിടെ ട്രാവിസ് പ്രധാനമായിട്ടും ഈ അവൈലബിലിറ്റി ഓഫ് കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രധാനമായിട്ടും വിവിധ കാരണങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ റിസോഴ്സസ്. അല്ലെ, നാച്ചുറലായിട്ട് ചില രാഷ്ട്രങ്ങളിൽ ആ കമ്മോഡിറ്റീസ് എന്താണ് ലഭിക്കാറുണ്ട്. അതായത് പ്രകൃതിയാൽ അവിടെ ലഭിക്കുന്ന സാധനങ്ങൾ. ഇപ്പം നമുക്കറിയാൻ സാധിക്കും, ഇപ്പോൾ ഒപെക് കൺട്രീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ധാരാളമായിട്ടുള്ള പെട്രോളിയം പ്രൊഡക്ട്സുകളുടെ എന്താണ് അബൻഡൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ നാച്ചുറലായിട്ട് ലഭിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് ആയിട്ട് അവിടെ എന്താണ് ലഭിക്കാറുണ്ട്. അപ്പോൾ ആ കൺട്രീസിൽ അത്തരം നാച്ചുറൽ റിസോഴ്സസ് ലഭിക്കുകയാണെങ്കിൽ ആ കമ്മോഡിറ്റീസ് ധാരാളമായിട്ട് അവിടെ അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി ഉപയോഗിച്ചുകൊണ്ട് ധാരാളമായിട്ട് അവിടെ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. കൺട്രീസിൻ്റെ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന വർധനവ് അല്ലേ. നമ്മൾ ഇതിൽ നിന്ന് ഹെക്ടർ റോളിൻ തിയറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അസംഷനാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഹെക്ടർ റോളിൻ തിയറിയിൽ എന്ന് പറയുന്നത് എന്താ, ടെക്നോളജി ഈസ് റിമെയിൻസ് ദ സെയിം, ദർ ഈസ് നോ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് എമംഗ് ദ കൺട്രീസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ പാറ്റേൺ ഓഫ് ട്രേഡ്. അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ട്രേഡ് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് കമ്മോഡിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണം. എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലഭ്യമായിട്ടുള്ള ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഔട്ട്പുട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ദാറ്റ് ഈസ് എ ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അതിൻ്റെ ധാരാളമായിട്ട് ഔട്ട്പുട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അവിടെ ധാരാളമായിട്ട് അവർക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇതൊക്കെ എന്താണ്, അവൈലബിലിറ്റി ഓഫ് ഗുഡ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അതായത് ഈ ഒരു കമ്മോഡിറ്റീസ് അവൈലബിൾ ആവാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് നാച്ചുറൽ റിസോഴ്സസും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോസസ്സും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇതേപോലെ തന്നെ രാഷ്ട്രങ്ങളിൽ വിവിധ തരത്തിൽ കമ്മോഡിറ്റീസ് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഓൾസോ ലീഡ്സ് ടു എനി എക്സ്റ്റൻഷൻ ഓർ എൻ ഇൻക്രീസ് ഇൻ ദി പാറ്റേൺ ഓഫ് ട്രേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് ബാരിയേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ള കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള ഈ തടസ്സങ്ങൾ, ഇൻ്റർനാഷണൽ ട്രേഡിൽ വരുന്ന ട്രേഡ് പോളിസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് ഇവയൊക്കെ എന്താണ് ഈ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ പാറ്റേൺ ഓഫ് ട്രേഡിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളിൽ 1, 2, 3 എന്ന് പറയുന്നത് അല്ലെ, നാച്ചുറൽ റിസോഴ്സസ് അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ദെൻ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഈ മൂന്ന് കാര്യങ്ങളും എന്താ, ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് വർദ്ധിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അതേസമയം ഗവൺമെൻറ് പോളിസി എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, ഗവൺമെൻറ് പോളിസി എടുത്ത് നോക്കുന്ന സമയത്ത് ദാറ്റ് എഫക്ട്സ് ദ ഇൻ്റർനാഷണൽ ട്രേഡ് നെഗറ്റീവ്ലി. ഇവിടെ ഇൻ്റർനാഷണൽ ട്രേഡിലുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ട്രേഡ് ബാരിയേഴ്സും ഒക്കെ നിലവിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രങ്ങൾക്ക് ട്രേഡിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. സോ പ്രധാനമായിട്ടും ഈ 4 കാരണങ്ങൾ കൊണ്ടാണ്, 4 കാരണങ്ങളാണ് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നാച്ചുറൽ റിസോഴ്സസ്, ടെക്നിക്കൽ പ്രോഗ്രസ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഗവൺമെൻറ് പോളിസി. ദെൻ ഇറ്റ് ഈസ് സപ്പോസ് ദാറ്റ് ദർ ആർ 4 കൺട്രീസ്. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്രാവിസ് തിയറി നോക്കാം. ഇറ്റ് ഈസ് സപ്പോസ് ദാറ്റ് ദർ ആർ 4 കൺട്രീസ് A, B, C ആൻഡ് D. 4 രാഷ്ട്രങ്ങളുണ്ടെന്ന് വിചാരിക്കാം. A, B, C ആൻഡ് D. ദർ ആർ 2 കമ്മോഡിറ്റീസ്, വീറ്റ് ആൻഡ് സ്റ്റീൽ. 2 കമ്മോഡിറ്റീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വീറ്റും സ്റ്റീലും. ദ പ്രൊഡക്ഷൻ ഓഫ് ബോത്ത് ദ കമ്മോഡിറ്റീസ് റിക്വയർസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. 2 കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കുന്നുണ്ട്. ആസ് വി നോ ദാറ്റ് അല്ലേ, എല്ലാ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ്, ലേബറും ക്യാപിറ്റലും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബറും ക്യാപിറ്റലും ഇവിടെ ഈ ഒരു കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു. ഇൻ അഡീഷൻ ദ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് റിക്വയർസ് ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ ലാൻഡ്, വേറാസ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ റിക്വയർസ് അയൺ ഓർ. ഇവിടെ നോക്കുക, ഈ ഒരു വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ഈസ് ഫെർട്ടൈൽ അഗ്രികൾച്ചറൽ ലാൻഡ്. ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീൽ റിക്വയർസ് അയൺ ഓർ. ഔട്ട് ഓഫ് ദ 4 countries A, B, C are endowed with agricultural land.
അപ്പോൾ ഇവിടെ ഈ ഒരു 4 രാഷ്ട്രങ്ങളെടുത്ത സമയത്ത് അവിടെ 3 രാഷ്ട്രങ്ങളിലും എന്താണ് അഗ്രികൾച്ചറൽ ലാൻഡിൽ എൻഡോർഡാണ്. അതായത് വളരെ ചീപ്പറായിട്ട് വളരെ ധാരാളമായിട്ട് ഫാക്ടർ എൻഡോമെൻറ്റ് അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ എൻഡോമെൻറ്റ് ഈ 3 രാഷ്ട്രങ്ങളിലും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. ദെൻ the countries B, C, D are endowed with iron ore. ഓക്കെ, കൺട്രീസ് ബി സി ഡി ഈ 3 കൺട്രീസിലും എന്താണ് അയൺ ഓർ ലഭ്യമാണെന്ന് വിചാരിക്കാം. അപ്പോൾ എ ബി സിയിൽ ഫെർട്ടൈൽ അഗ്രികൾച്ചർ ലാൻഡ് എൻഡോഡ് ആണ്. അതുപോലെ തന്നെ ബി സി ഡിയിൽ അയൺ ഓറും എൻഡോഡ് ആണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് പറയാൻ സാധിക്കും ബി സി എന്ന് പറയുന്ന 2 കൺട്രീസിലും എന്താണ് അഗ്രികൾച്ചർ ലാൻഡും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എന്താണ് അയൺ ഓറും അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് ഈ ഒരു കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നുണ്ട്. Given these factor endowments, country A can produce only wheat and country D can produce only steel. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ, 2 കൺട്രീസിൽ എയിലും സിയിലും അവിടെ 2 കൺട്രീസിലും എന്താണ് എയിലും ഡിയിലും എ എന്ന് പറയുന്ന കൺട്രിയിൽ ഫെർട്ടൈൽ അഗ്രികൾച്ചർ ലാൻഡാണ് കൂടുതലായിട്ടുള്ളത്. അതേപോലെ തന്നെ ഡി എന്ന് പറയുന്ന കൺട്രിയിൽ എന്താണ് ഈ അയൺ ഓറാണ് ധാരാളമായിട്ട് എൻഡോർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ 2 എയിൽ എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, വീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഡി എന്ന് പറയുന്ന കൺട്രിയിൽ സ്റ്റീൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ടർ അബൻഡൻസ്. ദ കൺട്രീസ് സി ആൻഡ് ഡി ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് വീറ്റ് ആൻഡ് സ്റ്റീൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിയും ഡിയിലും എന്താണ് ഈ ഒരു പറയുന്ന B and C. The countries B and C can produce both the wheat and steel. Now, according to the availability doctrine, country A will export wheat to country D and later will export steel to the former. അപ്പോൾ ഇവിടെ 2 രാഷ്ട്രങ്ങൾ എയും ഡിയും തമ്മിൽ ട്രേഡ് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന കൺട്രി എന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വീറ്റ് ഡിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ഡി എന്ന് പറയുന്ന കൺട്രി സ്റ്റീൽ എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. Since B and C are capable of producing both the commodities, the trade between them will be governed by their respective comparative cost advantages. അതേ ഇവിടെ ബിയും സിയും എന്ന് പറയുന്ന കൺട്രീസിൽ എന്താണ് 2 കമ്മോഡിറ്റീസും അവിടെ അവൈലബിൾ ആണ്, 2 കമ്മോഡിറ്റീസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഏതിലാണോ റെസ്പെക്റ്റീവ് കമ്പാരറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജസിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്താണ് ട്രേഡിൽ ഏർപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോസ് ദ ഡൊമസ്റ്റിക് എക്സ്ചേഞ്ച് റേഷ്യോ ബിറ്റ്വീൻ ദ വീറ്റ് ആൻഡ് സ്റ്റീൽ കൺട്രി ബി is 6 units of wheat, 1 unit of steel. It is 3 units of wheat that is equal to 1 unit of steel in country C. If the international exchange ratio is settled by 4 units of wheat that is equal to 1 unit of steel, which will the country B will export wheat to country C and later will export steel to country B. ഇത്തരത്തിൽ ഈ കൺട്രീസിൻ്റെ എക്സ്ചേഞ്ച് റേഷ്യോസിൽ വരുന്ന ഈ ഒരു വ്യത്യാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് എന്താണ് ഈ കൺട്രീസ് ബിയും സിയും തമ്മിലുള്ള എക്സ്പോർട്ട് അവിടെ നിർണ്ണയിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ കൺട്രി ബി വിൽ എക്സ്പോർട്ട് വീറ്റ് ടു കൺട്രി സി ആൻഡ് ലേറ്റർ വിൽ എക്സ്പോർട്ട് സ്റ്റീൽ ടു കൺട്രി ബി. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അല്ലേ. സപ്പോസ് ദ ഡൊമസ്റ്റിക് എക്സ്ചേഞ്ച് റേഷ്യോ ബിറ്റ്വീൻ ദ വീറ്റ് ആൻഡ് സ്റ്റീൽ കൺട്രി ബി is 6 units of wheat equal to 1 unit of steel. കൺട്രി ബിയിൽ 6 യൂണിറ്റ് ഓഫ് വീറ്റ്സ് 1 യൂണിറ്റ് സ്റ്റീലിന് തുല്യമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ കൺട്രി സിയിൽ എന്താണ് 3 units of wheat equal to 1 unit of steel. If the international exchange rate is settled at 4 units of wheat, അതായത് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റ് 4 യൂണിറ്റിന് ഒരു സ്റ്റീൽ എന്നുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൺട്രി ബി വിൽ എക്സ്പോർട്ട് വീറ്റ് ടു കൺട്രി സി അല്ലേ. കൺട്രി ബി എന്ത് ചെയ്യും, ധാരാളമായിട്ടുള്ള ഈ ഒരു വീറ്റ് പ്രൊഡക്റ്റ് സിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ലേറ്റർ ദ എക്സ്പോർട്ട് സ്റ്റീൽ ടു ബി. ദെൻ സി എന്ന് പറയുന്ന കൺട്രി എന്താണ് ബിയിലേക്ക് സ്റ്റീൽ പിന്നീട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവും. സോ ദാറ്റ് ഈസ് ദ തിയറി. അതായത് ഫാക്ടർ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് ഫാക്ടറാണോ അവിടെ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്രാവിസ് തിയറിയിൽ പറയുന്നത്. That is also an extension of the Heckscher-Ohlin theorem. Heckscher-Ohlin theorem ഇത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, then that is all about the Kravis theory, Kravis availability theory. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്രാവിസ് അവൈലബിലിറ്റി തിയറിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു തിയറിയുടെ ഡയഗ്രാമാറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ ഉണ്ട്, അത് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.